ഹലോ എവരിവൺ, കേൾക്കാലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് യോഗയെ കുറിച്ചാണ് അല്ലെ. നമ്മൾ ബ്രീത്തിങ് എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു, പ്രാണായാമങ്ങൾ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞു. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുകയാണെങ്കിൽ നമുക്ക് ആ സ്ട്രെസ്സിൽ നിന്ന് പെട്ടെന്ന് റിലീഫ് കിട്ടുന്നു നമ്മൾ പറഞ്ഞു. യോഗയുടെ കുറച്ച് മെത്തേഡ്സിനെയും കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഡയമെൻഷൻസ് ഓഫ് യോഗ എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ പ്രാണായാമങ്ങൾ, അതുപോലെ തന്നെ പോസ്ചർ ആസനാസ് എന്ന് പറയും. അതുപോലെ തന്നെ റിസ്ട്രേറ്റ് യാമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ഒബ്സർവേഷൻ നിയാമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സെൻസറി വിഡ്രോവൽ, അതുപോലെ തന്നെ കോൺസെൻട്രേഷനും ഒക്കെ മെഡിറ്റേഷനും ഒക്കെ എന്താണ് ഈ ഒരു ഡയമെൻഷൻസ് ഓഫ് യോഗയിൽ വരുന്നതാണ് കേട്ടോ. അപ്പം യോഗ എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രീത്തിങ് എക്സർസൈസ് അല്ലെങ്കിൽ പ്രാണായാമയുണ്ട്, അതുപോലെ തന്നെ പോസ്ചേഴ്സ്, ഓരോ ആസനാസ് ഉണ്ട്, വൃഷാസന തുടങ്ങിയ ഒരുപാട് ആസനാസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഒബ്സർവേഷനിലൂടെ നമുക്ക് വേണമെങ്കിൽ കഴിയാൻ നമുക്ക് അതിനെ യോഗനെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നടുവേദന, അല്ലെങ്കിൽ കൈവേദന, കാലുവേദന, അതുപോലെ തന്നെ നമ്മുടെ ദഹനം ശരിയാകുന്നതിന്, ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് യോഗ പോസ്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഹെൽത്തി നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായകമാകും. അതുപോലെ തന്നെ സെൻസറി വിഡ്രോവൽ, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, ഇതിനെല്ലാം എൻഹാൻസ് ചെയ്യിക്കാനായിട്ട് ഈ ഒരു യോഗയ്ക്ക് സാധിക്കും. കാരണം മെഡിറ്റേഷൻ ഒക്കെ വഴി നമുക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ടുള്ള അറിവ് കിട്ടുന്നതിന് മെഡിറ്റേഷൻ ഒക്കെ സഹായകരമാകും. നമ്മൾ പറഞ്ഞു കർമ്മയോഗയുണ്ട്, അതുപോലെ തന്നെ ഭക്തി യോഗയുണ്ട്, ജനന യോഗയുണ്ട് എന്ന് പറയുന്നു. 3 യോഗ ടൈപ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതും പ്രധാനപ്പെട്ടാണ് കേട്ടോ. മെയിൻ സ്റ്റൈൽസ് ഓഫ് യോഗ എന്ന് പറയുന്നത് 3 രീതിയിലാണ്. ഇനി ടൈപ്സ് ഓഫ് ആസന എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ പഠിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് തന്നെ ഉപകാരപ്പെടും. അതുകൂടാതെ തന്നെ നമുക്ക് എക്സാമിനും നല്ല രീതിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ യോഗ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ പറയുക കേട്ടോ. The word meaning of yoga is the intimate union of human soul with the God. Yoga is an art and takes into preview the mind, the body, and the soul of the man. Its aim of reaching divinity. The body must be purified and strengthened through asthana, yoga, yama, niyama, asanas, and pranayama. The mind must be cleansed from all gross through pradhyama, dharana, dhyanam, and samadhi. Thus, the soul should turn inwards if a man should become a yogic as adapt. Knowledge purifies the mind and surrender takes the soul towards God. അർദ്ധ ചാക്ന എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഹാഫ് വീൽ പോസ്ചർ ആണ്. ഹാഫ് വീൽ പോസ്ചർ എന്ന് പറയുന്നത് ദിസ് പോസ്ചർ റിസാമ്പിൾ ഹാഫ് വീൽ ഇൻ ഫൈനൽ പൊസിഷൻ, സോ ഇറ്റ്സ് കോൾഡ് ഹാഫ് വീൽ പോസ്ചർ. അതുപോലെ തന്നെ പ്ലാം ട്രീ പോസ് എന്ന് പറയുന്നൊരു ഒരു പോസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആസനം ഉണ്ട്. അത് തണ്ടാസന എന്നാണ് പറയാ. ഇൻ സാൻസ്കൃതി തണ്ട മീൻസ് പ്ലാം ട്രീ. ഇൻ ദ ഫൈനൽ പൊസിഷൻ ഓഫ് ദ പോസ്ചർ ദ ബോഡി ഈസ് സ്റ്റഡി ലൈക്ക് എ പ്ലാം ട്രീ, സോ ഇറ്റ്സ് പോസ്ചർ കോൾഡ് ദ തണ്ടാസന. അതുപോലെ തന്നെ ത്രികോണാസന എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ത്രികോണാസന എന്ന് പറയുന്ന ട്രയാങ്കിൾ പോസ്ചർ ആണ്. ദ ഫൈനൽ പൊസിഷൻ ഓഫ് ദിസ് പോസ്ചർ ലുക്ക് ലൈക്ക് ദ ട്രയാങ്കിൾ ഇൻ ഷേപ്പ്, സോ ഇറ്റ്സ് കോൾഡ് ത്രികോണാസന ആൻഡ് ട്രയാങ്കിൾ സ്ട്രെച്ച് പോസ്. അപ്പൊ അതുപോലെ തന്നെ വൃക്ഷാസന എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. വൃക്ഷാസനയുണ്ട്, അതുപോലെ തന്നെ പദ്മാസനയുണ്ട്, അസ്ത്രാസനയുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? നല്ല രീതിയിൽ നമ്മുടെ ശാരീരികമായിട്ട് നമ്മളെ ബലവത്താക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യവാന്മാരാക്കുന്ന, നമ്മുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ മെഡിറ്റേഷനെയും അല്ലെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷനെ ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു പോസ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ ഇതൊന്ന് പഠിച്ചാൽ മതി. യോഗ ആസനാസ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് സഹായകമാകുന്ന കാര്യമാണെന്ന് ഓർത്താൽ മതി. പിന്നെ വരുന്നത് ഈ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. പിന്നെ പ്രാണായാമയെ കുറിച്ച് അറിയായിരിക്കുമല്ലോ. പ്രാണായാമ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു യോഗയിൽ തന്നെ ഒരു പോസ്റ്റർ ആണ്, അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ
വായു നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് ഓക്സിജന്റെ അളവൊക്കെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ലഭിക്കുന്നതൊക്കെ പ്രാണായാമയിലൂടെയാണ്. അപ്പൊ അത് ഓർത്തിരുന്നോളാം. പിന്നെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് refers to a being aware of one's thoughts, feelings, bodily sensation and surroundings in the present moment. It primarily entails become non-judgmental about one's one idea and feeling. It primarily entails paying attention on things that we usually overlook since we are preoccupied with our life, worrying about the future and past and rarely focused on the present in constant of automatic pilot mode, uh, where we accomplish tasks without much thinking or attention. Mindfulness is commonly referred to. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പൂർണ്ണമായ ചിന്തയിലൂടെ അല്ലെങ്കിൽ പൂർണ്ണമായ മനോഭാവത്തോടെ നമ്മൾ ഒരു കാര്യത്തെ സമീപിക്കുന്നതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയാം. അതായത് ഈറ്റിംഗ് മൈൻഡ്ഫുൾനെസ് ആക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അതായത് ചില ആളുകളൊക്കെ നമ്മൾ കഴിക്കുന്നത് എന്താണ്, നമ്മൾ ടി വി ഒക്കെ കണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ടി വി ഒക്കെ കണ്ട് കഴിക്കുമ്പോൾ അത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടി വിയിലെ കാണുന്ന ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അറിയാതെ ഇങ്ങനെ ഭക്ഷണം വായിലേക്ക് പോവുക, അത് ചവച്ചരിഞ്ഞ് നമ്മുടെ ആമാശയത്തിലെത്തുന്നു. അങ്ങനെ ഈ രീതിയിൽ തന്നെ ആ പ്രോസസ്സ് തുടരുകയാണ്. നമുക്ക് വിശപ്പ് മാറി എന്നിട്ടുണ്ടാവും, അതുപോലെ നമ്മുടെ ദാഹം മാറിയിട്ടുണ്ടാവും, ഓവറായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് വയറ് വീർത്തിട്ടുണ്ടാവും. എപ്പോഴാണ് നമ്മൾ സിനിമ തീരുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് അയ്യോ നമ്മൾ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴായിരിക്കും. അതുകൊണ്ട് എന്താണ് ഈ ഒരു സിനിമ കണ്ട അല്ലെങ്കിൽ ടി വി വെച്ചുകൊണ്ടുള്ള ഭക്ഷണം കഴിപ്പിനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് പറയാം. അങ്ങനെയുള്ള ഈറ്റിംഗ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഭക്ഷണം കഴിപ്പെന്ന് പറയുന്നത് വലിയ രീതിയിൽ നമ്മളെ ഓവറായിട്ട് വണ്ണം വെക്കാന് കാരണമാകും. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു മെലിഞ്ഞ പ്രകൃതക്കാരൊക്കെ ആണെങ്കിൽ അവര് സ്ഥിരം വൈകുന്നേരങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ടിവിയുടെ മുമ്പിലാണെങ്കിൽ അവർ പെട്ടെന്ന് വണ്ണം വെക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം അവര് അറിയാതെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അറിയാതെ ഭക്ഷണം കഴിച്ച് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുകയും അവർക്ക് അത്രയും തന്നെ ഭക്ഷണം പിന്നീട് കഴിക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അത് ഓർത്തിരുന്നോളാം. മൈൻഡ്ഫുൾ ആവുക എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊന്ന് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനാണ് മൈൻഡ്ഫുൾ ആയിരിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ we frequently engage in activities such as driving, home chores, or even eating while not giving total attention to the activity at hand, and our force focuses and thought process are frequently elsewhere rather than on these activities. As a result, we are on autopilot. Mindfulness, on the other hand, entails become aware of land focusing or attention on these actions. According to Kabat-Zinn, the fundamental features of the mindfulness are being non-judgmental, fostering patience, being open-minded, having trust, non-starving, as acceptance and letting go. അപ്പോൾ പല രീതിയിൽ നമുക്ക് പറയാം, നല്ല രീതിയിൽ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു നമ്മൾ ജീവിക്കുന്ന പോലെ തോന്നും. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോൺ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്തതെന്നുള്ള ചിന്ത നമ്മൾ ചിലപ്പോൾ ഉണ്ടാവുകയില്ല. കാരണം ഞാൻ എപ്പോഴെന്താ ചെയ്തത്, ഞാനിപ്പോ ഒരു ഗ്ലാസും കൊണ്ടാണല്ലോ അങ്ങോട്ട് പോയത്, പക്ഷെ ഇപ്പൊ തിരിച്ചു വന്നപ്പോ ഗ്ലാസ് കാണുന്നില്ല, അത് എവിടെയാ വെച്ചെന്ന് ഓർക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്, എവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ മൈൻഡ്ഫുൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മുടെ ബോഡീനെയും അതുപോലെ തന്നെ മൈൻഡിനെയും ഒക്കെ റീഫ്രഷ് ആക്കുന്ന ഒരു കാര്യം കൂടിയാണ്. It's also vital to note that when practicing mindfulness, one must pay attention to one's own experience, including thoughts, feelings, and psychological sections. When focusing on a variety of experiences, it's best to be do in one at least at a time. It entails not only observation but also descriptive of what is being viewed, but this must be done without prejudice. Mindfulness necessitates full engagement with the necessities and undivided attention and focus on the activity at hand. അപ്പൊ അതുപോലെ തന്നെ mindfulness can have a beneficial effect on both the body and mind of an individual. Is not only aids in the treatment of certain illness by boosting the immune system, but it also aid in the treatment of stress and the promotion of good mental health. Mindfulness can help you enhance your memory, force problem solving skills, and decision making abilities. It can also boost one's self-esteem and aid to in the formation and maintenance of positive relationships.
മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതും നമ്മളെന്താണ് പോസിറ്റീവ് റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസിനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മൾ പൂർണ്ണമായിട്ട് ചിന്തിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം ചെയ്യുന്നതും നമ്മൾ യാന്ത്രികമായ ഒരു കാര്യം ചെയ്യുന്നതും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ആലോചിച്ച് ഉറപ്പിച്ച ഒരു കാര്യം പറയുന്നതും അല്ലാതെ വെറുതെ നമ്മൾ തോന്നിയത് പറയുന്നതും ഒക്കെ തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പ്രാണയാമകൾ എങ്ങനെ നടത്തുന്നത്, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ പുറത്തേക്ക് വിടുമ്പോഴും ഒക്കെ നമ്മൾ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഒക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടുള്ള ചിന്തയോടെ അറിവോടെ ആയിരിക്കും നമ്മൾ ആ ശ്വസന പ്രക്രിയകളിൽ ഏർപ്പെടുന്നത്. അതും നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുമെന്നാണ് പറയാം. You must be able to comfortably sit or lie down. If you are sitting, make sure your back is straight. After that, you must close your eyes, inhale deeply and exhale slowly. Keep your attention on your breathing. There will be thoughts in your mind when you do this. You may feel emotion, expressing sensations and hear sounds. All you must be now is accept with them without passing judgments. If you become distracted, slowly bring your focus back to your breathing. അപ്പോൾ പ്രാക്ടീസിങ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു പ്രക്രിയ തന്നെയാണ് ഇത്. നമ്മൾ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ചമരം പടിഞ്ഞിരുന്നതിന് ശേഷം നമ്മുടെ ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ ശ്വസിക്കുന്നത് പലപ്പോഴും അറിയാറില്ല അല്ലെ? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ വളരെ യാന്ത്രികമായിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെ യാന്ത്രികമായിട്ട് ശ്വസിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മൈൻഡ്ഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബയോ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട് കേട്ടോ. ബയോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ആസ് ഡയറക്റ്റഡ് ബൈ ഘോഷ്. Biofeedback is a technique of making unconsciousness or involuntary bodily processes practicing to the senses in order to manipulate them by consciousness. Mental control. It can also be regarded as a non-invasive method that aids in understanding the effects of stress on one's body. It aids in the monitoring of body changes and occur when stress is experienced, and with such feedback, bodily reactions may be regulated. The stress resilience can be developed. As a result, the person will receive rapid input with on a variety of psychological, physiological process. Biofeedback can be achieved for breathing, blood pressure, heart rate, galvanic sync reaction, and other physiological functions such as sweating, skin temperature, muscular tension, and so on. ബയോഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് എടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു ബയോ ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടി എഴുതണം എന്നുണ്ടെങ്കിൽ when a person is stressed, their body goes through a variety of physiological changes. When a person uses biofeedback to become aware of these changes, he or she will be in a better position to influence control them. As a result, the physiological arousal that occurs during stress can be managed utilizing a variety of approaches such as deep breathing, relaxation, and so on. And because the body is calm, stress has no harmful impact on the individual health. അപ്പോൾ ഈ ഒരു ബയോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം കൂടിയാണ് ബയോ ഫീഡ്ബാക്ക്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ബയോ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കണം എന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സിനെ കുറിച്ചാണ് പറയുന്നത്. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു റിലാക്സേഷൻ തരുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് കേട്ടോ, ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളാം. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ക്യാൻ ബി ഡിസ്ക്രൈബ് ആസ് എ പ്രോസസ് ഓഫ് റീപ്ലേസിംഗ് സ്ട്രെസ് പ്രൊവോക്കിംഗ് negative throughout the beliefs with a more constructive and realistic ones, which reduce cognitive appraisal of a threat. As a result, cognitive restructuring mostly entails altering one's through process to make it more rational and constructive. For example, instead of thinking of oneself as a failure affecting after receiving poor grades on a test, a student can take a learning lesson and resolve to the
ട്രൈ ഹാർഡർ നെക്സ്റ്റ് ടൈം. അപ്പോൾ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള കാര്യമാണ്. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രോസസ് ഓഫ് റീപ്ലേസിംഗ് സ്ട്രെസ് പ്രൊവോക്കിംഗ് നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ബിലീവ്സ് ദം വിത്ത് കോൺട്രാക്റ്റീവ് ആൻഡ് റിയലിസ്റ്റിക് വൺസ് വിത്ത് റെഡ്യൂസിംഗ് കോഗ്നിറ്റീവ് അപ്രൈസൽ ഓഫ് ദ ത്രെറ്റ്. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളാം. അതുപോലെ തന്നെ this is an active event that is experienced based on one's belief, which might be rational or irrational. This is turn will have emotional and behavioral implications if a belief is illogical. It can be disputed with the entails identifying the irrational of the beliefs, distinguishing it from reasonable beliefs, and then discussing it to produce a rational belief. Finally, their effect with this result of refuting an unreasonable idea. അതുപോലെ തന്നെ ഈ ഒരു കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഇവന്റ്, ബിലീഫ്, അതുപോലെ തന്നെ റാഷണൽ, ഇറാഷണൽ, കോൺഷ്യസ്നെസ്, കോൺസിക്വൻസസ്, അതുപോലെ തന്നെ ഇമോഷണൽ ബിഹേവിയറൽ എന്നൊക്കെ പറയുന്ന കുറച്ച് കോൺസെപ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ആക്റ്റീവ് ഇവന്റും ബിലീഫും റാഷണൽ ഇറാഷണലുമായിട്ട് തമ്മിൽ നമുക്ക് ബിലീഫിനെ തിരിക്കാം എന്നുള്ള കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത് ഒരു റിലീഫ് ടെക്നിക് ആണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ സ്ട്രെസ് റിലീഫിംഗ് എക്സസൈസ് എന്ന് പറയുന്നത് take in series of thought your life on the line. Look at a certain point on the front of you. Close your eyes for a moment. Consider a lovely location or a happy time in your life. Assume you are just going to be there for a few minutes. Take a deep breath in and softly and exhale. Keep your attention on your breathing. As your stress levels your body, feel your muscles relax. For about 5 or 10 minutes, continue with the breathing exercise. Have a positive self-talk about any of your goals or a problem or stress you are dealing with, assuring yourself that you will be able to attain the goal you have set for yourself or conquer a challenge you are facing. Consider a lovely location or a happy occasion in your life. For a few moments, you are there. Pretend you are there. From 25 to 1, count backwards. Place your palms on your eyes and rub them together. Slowly open your eyes. അപ്പോൾ ഈ സ്ട്രെസ് റിലീഫിംഗ് എക്സസൈസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ലൈഫിന്റെ ഒരു ഫോണിലിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്നിരുന്ന് നല്ല രീതിയിൽ നട്ടിലൊക്കെ നിവർത്തി ഒന്നിരുന്നിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ച്, ലവ്ലി ഒക്കേഷൻസിനെ കുറിച്ച് നമ്മളൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് നല്ല രീതിയിലുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കാനായിട്ട് നോക്കിക്കൊള്ളുക. അത് നമുക്ക് നല്ല രീതിയിലുള്ള റിലാക്സേഷൻ തരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ല കോളേജിൽ പഠിക്കുമ്പോൾ നല്ല നല്ല അനുഭവങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ ഉണ്ടായിരുന്നപ്പോൾ നല്ല നല്ലുള്ള അനുഭവങ്ങൾ, നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയപ്പോഴുള്ള അനുഭവങ്ങൾ, നല്ല ഭക്ഷണം കഴിച്ചപ്പോഴുള്ള അനുഭവം, ഇതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. എന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഒന്ന് തിരിച്ചു പോവുക. നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ പവർ ഉണ്ട് അല്ലെ? ആ ഇമാജിനേഷനിൽ നമ്മൾ ആ കടന്നു വന്നിട്ടുള്ള വഴികളിലൂടെ നമുക്ക് തിരിച്ചു നടക്കാം. നമ്മൾ ആ പണ്ട് കളിച്ച് തിരിച്ചു നടന്ന ആ സന്ദർഭങ്ങൾ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ ഇനി വരാനുള്ള ഭാവിയിലെ നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ നല്ല നല്ല സംഭവങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്കുണ്ടായ ചീത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും. അപ്പൊ നമുക്ക് നെഗറ്റീവ് ചിന്തകളൊക്കെ മാറാനും ലൈഫ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാണാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് സ്ട്രെസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടേ? നമുക്ക് വേണമെങ്കിൽ കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ പഴയ സന്തോഷമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കാം. നമ്മൾ യാത്ര പോയതിനെ കുറിച്ചോ, നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചതിനെ കുറിച്ചോ, എന്തെങ്കിലും നല്ല എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ണുകളൊക്കെ ഒന്ന് അടച്ചിട്ട് കൈയൊക്കെ ഒന്ന് തിരുമ്മി കണ്ണിന്റെ മുകളിൽ ഒന്ന് വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ചൂട് നമുക്ക് അനുഭവപ്പെടും അല്ലേ? ഇതൊക്കെ നമുക്ക് റിലാക്സേഷന് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ടൈം മാനേജ്മെന്റും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്ക് റിലാക്സേഷൻ കൂടുതൽ, അല്ലെങ്കിൽ സ്ട്രെസ് കൂടുതൽ ഉണ്ടാവുന്നത് ടൈം മാനേജ്മെന്റ് അഭാവം കാരണമാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ, നമ്മൾ താമസിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഓടിപ്പടിച്ച് നമ്മൾ വണ്ടി കയറി യാത്ര തിരിച്ചു. ഭയങ്കര ബ്ലോക്ക്, പോകുന്ന സ്ഥലത്ത് ഭയങ്കര ബ്ലോക്ക്. പക്ഷെ നമുക്ക് 9 മണിക്കാണ് സ്കൂളിൽ എത്തേണ്ടത്, അല്ലെങ്കിൽ ജോലിക്ക് എത്തേണ്ടത്. പക്ഷെ ഒരു 8:45, 8:55 ഒക്കെ ആയപ്പോൾ നമ്മൾ ബ്ലോക്കിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. ഭയങ്കര സ്ട്രെസ് ആവും അല്ലെ? നമുക്ക് ഭയങ്കര സ്ട്രെസ് ആവും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവും. ഞാൻ രാവിലെ എഴുന്നേക്കാത്തതുകൊണ്ടാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ചിന്തയെ അലട്ടാൻ തുടങ്ങും അല്ലെ? അതൊക്കെ നമ്മുടെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആക്കും. അപ്പൊ പെട്ടെന്ന് ഭയങ്കരമായിട്ട് സ്പീഡിൽ നമ്മൾ പോകാൻ ശ്രമിക്കും. അത് അപകടങ്ങൾക്ക് കാരണമാകും. അപ്പൊ ടൈം മാനേജ്മെന്റ് നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കുറച്ചൊന്ന് നമ്മൾ അപ്പോൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ കിടന്ന്
കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എഴുന്നേറ്റ് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുക എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതൊന്ന് ഓർക്കുക. ടൈം മാനേജ്മെന്റ് ദാറ്റ് ഈസ് ബോത്ത് എഫക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക് കുഡ് ബി ദ കീ ഓഫ് സ്ട്രെസ് റിഡക്ഷൻ. Time is a valuable resource, and time management entails making the greatest use of the time available. It also entails time management planning, reducing time waste using various time management approaches, and conducting evaluations to assist on develop SWOT. Explains time management as prioritization, scheduling, and exercising of responsibilities to personal satisfaction. Prioritization, scheduling, and exertion are the three main aspects and have been incorporated in the കോൺസെപ്റ്റ്. അപ്പം ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് ടൈം റിഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നടപടിക്രമങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസേഷൻ ആണ്. പ്രയോറിറ്റൈസേഷൻ ചെയ്യുക എന്ന് പറയുന്നത് prioritization it entails categories task and obligations according to their priority on the importance and urgency with which they must be compelled in their necessary to distinguish between the what is urgent and what is important in this situation. Stephen Covey proposed to time management matrix based on urgency and importance. Also, the ABC rank order approach can be used to identify and direct our attention to urgent task with A assigned to urgent task, B to moderately urgent task, and C to least urgent chores. അപ്പം പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ജോലിയിൽ ഒരു പ്രധാനപ്പെട്ട വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിന്റെ ഡെഡ്ലൈൻ ആയി. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അൺനെസറി ആയിട്ടുള്ള കോളുകളോ അല്ലെങ്കിൽ നമുക്ക് ടിവിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടാമതായിട്ട് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പൊ അതാണ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഇസ് ദ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് എ ടൈം ഫ്രെയിം ടു ഈച്ച് ടാസ്ക് ടു മോസ്റ്റ്ലി അഡ്രസ് ഹൗ ടു കംപ്ലീറ്റ് ഡ്യൂട്ടീസ് ഓൺ ഷെഡ്യൂൾ ആൻഡ് ഇൻ എ പ്രൊഫഷണൽ മാനർ. അണ്ടർ ഷെഡ്യൂളിംഗ് there are several strategies that are ഡിസ്ക്രൈബ്. ഷെഡ്യൂളിംഗ് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറയുന്നത് പ്രോഗ്രാംസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ആ ദിവസം മനോഹരമായിട്ട് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, എത്ര മണിക്ക് എഴുന്നേൽക്കുക, രാവിലത്തെ ഫുഡ് കാര്യങ്ങൾ ഇന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വർക്ക് അല്ലെങ്കിൽ രാവിലത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് പേർക്ക് മെസ്സേജുകൾ അയക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങളാണ് ആദ്യം ചെയ്ത് തീർക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡറിൽ വേണം എഴുതാനായിട്ട്. അതിന് ശേഷം നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യുമ്പോൾ ഏതാണ് ആദ്യം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ ആദ്യം കസ്റ്റമേഴ്സിനെ വിളിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ ആണെങ്കിൽ ആദ്യം വരുന്ന ആളുകൾക്ക് മരുന്ന് കാര്യങ്ങളെല്ലാം എടുത്തു കൊടുക്കുക. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഒരു ജോലിയെ സംബന്ധിച്ച് ഒരുപാട് പ്രയോറിറ്റൈസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം ടെക്സ്റ്റൈൽസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ചെന്നിട്ട് അവിടുത്തെ ആ കാര്യമൊക്കെ തുടച്ച് തൂത്തിട്ട് അവിടുത്തെ സാധനങ്ങൾ അടുക്കിയാണോ വെച്ചിരിക്കുന്നത്, പ്രോപ്പർ ആയിട്ടാണോ എന്നൊക്കെ നോക്കി അതൊക്കെ അറേഞ്ച് ചെയ്ത് അതിന്റെ കണക്കൊക്കെ എടുത്ത് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ഷെഡ്യൂൾ, നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു ഷെഡ്യൂൾ ചെയ്തെടുക്കുന്നത് നല്ല കാര്യമാണ്. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ടാസ്ക് ക്യാൻ ബി ക്ലസ്റ്റേർഡ് ടുഗദർ ഇൻ ക്ലസ്റ്ററിംഗ്. ബാങ്ക് വർക്ക്, വെജിറ്റബിൾ ഷോപ്പിംഗ് ആൻഡ് ബൈയിങ് എ ഗിഫ്റ്റ് ഫോർ എ ഫ്രണ്ട് ഫോർ എക്സാമ്പിൾ ക്യാൻ ഓൾ ബി ഗ്രൂപ്പ്ഡ് ടുഗദർ. അപ്പം എന്താണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്, വേണമെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് കൊണ്ടുവരാൻ സാധിക്കും അല്ലേ. ഇപ്പം നമ്മളൊരു കാര്യം ഒരു കടയിൽ പോവുകയാണെങ്കിൽ നമ്മൾ അരി വാങ്ങിക്കാൻ ഒരു പ്രാവശ്യം പോവാം, അതിൽ നിന്ന് ഗോതമ്പ് വാങ്ങിക്കാൻ അടുത്ത പ്രാവശ്യം പോവാം, പാല് വാങ്ങിക്കാൻ പിന്നെ പോവാം, അങ്ങനെയുള്ളതാണോ ചെയ്യുക? അല്ലല്ലേ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചാണ് ചെയ്യാം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം അരിയും പഞ്ചസാരയും പാലും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒന്നിച്ചായിരിക്കും പോയി വാങ്ങിക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ജോലിക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ പോയി കടയിൽ പോയി സാധനം മേടിക്കാന്ന് അവർ ചിന്തിക്കാറില്ല അല്ലേ. അവരെന്ത് ചെയ്യും? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു ജോലിക്ക് പോയിട്ട് വരുന്ന ടൈമിൽ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോയ ഒരാൾക്ക് ഒരു ബാങ്കിൽ ഒരു കാര്യമുണ്ട്, ഒരു ബാങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് ബാങ്കിൽ കയറണം. അതുപോലെ തന്നെ
എന്താണ് ഒരു തയ്യൽ ഷോപ്പിൽ കയറിയിട്ട് അയാളുടെ ഡ്രസ്സ് തയ്ച്ചത് വാങ്ങിക്കണം, അതുപോലെ തന്നെ പച്ചക്കറി വാങ്ങിക്കണം, തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്ന് വിചാരിക്കാം. അതായത് സെയിം റൂട്ടിലാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഈ ബാങ്കിൽ കയറാനും അതുപോലെ തന്നെ ടൈൽ ഷോപ്പിൽ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ വെജിറ്റബിൾസ് വാങ്ങിക്കാനും ഒക്കെ സാധിക്കും അല്ലെ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് കൂട്ടാനൊക്കെ അയാളെ കൊണ്ട് പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മൾ ക്ലസ്റ്ററിങ് വഴി നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഒരുപാട് സമയം നമുക്ക് വേണമെങ്കിൽ എന്താണ് സേവ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ കേട്ടോ. അപ്പോൾ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ടൈം സേവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യമാണെന്ന് ഓർക്കുക. പിന്നെ ടൈം ബോക്സിംഗ് എന്ന് പറയുന്നത് എ ഷെഡ്യൂൾ സസ്റ്റൈനബിൾ എമൗണ്ട് ഓഫ് ടൈം ഇൻ എ ഡേ റിഫേർഡ് ടു ആ ടൈം ബോക്സ് ഇസ് അസൈൻഡ് ഫോർ വേരിയസ് duties in time boxing. For example, a time limit can be set for writing projects. അപ്പോൾ ടൈം ബോക്സിംഗ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ടൈം മാനേജ്മെന്റിന് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഇത് പഠിച്ചു തീർക്കും, അപ്പൊ ഞാൻ ഒരു 9:30 തൊട്ട് 10 മണി വരെ ഞാൻ ഈ ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചു തീർക്കും എന്നുള്ള ഒരു ചിന്ത നമ്മളിലുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ആ ഒരു 9:30 10 മണി ഇതെല്ലാം പഠിച്ചു തീർക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ നല്ല സ്പീഡിൽ പഠിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഞാനിപ്പം ഒരു 10 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ച് തീരും, ഇല്ല ഞാൻ ഒരു 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ടൈം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇറങ്ങാനും ആ സമയത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഒക്കെ നമുക്കൊരു ഉൾപ്രേരണ ഉണ്ടാവും. അപ്പൊ ആ പ്രേരണ നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകും. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു ഒരു പ്രേരണ നമ്മൾ ഉണ്ടാക്കും. അപ്പൊ അത് നല്ല രീതിയിൽ നമ്മൾ എഫക്ട് ചെയ്യും. അതാണ് ടൈം ബോക്സിംഗ് എന്ന് പറയുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളൂ. അപ്പൊ ഒരു പ്രോജക്റ്റ് എഴുതാനായിട്ട് നമ്മൾ ഇത്ര സമയം വരെ നമ്മൾ കൊടുക്കുന്നത് ഒക്കെ ഇതിനൊരു ഉദാഹരണമാണ് കേട്ടോ. ഇനി വരുന്നത് ഡിസ്മാൻഡലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ലാർജ് ജോബ്സ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോൾ ടാസ്ക് ആൻഡ് ആർ ഈസിയർ ടു മാനേജ് ഡ്യൂറിംഗ് ഡിസംബ്ലി. Studying a certain course, for example, can be divided into unit in course material chapters in a book. അപ്പോൾ ഈ ഒരു വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ടൈം മാനേജ്മെന്റിനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ലാർജ് ആയിട്ടുള്ള വർക്ക്സ്, ജോബ്സും കാര്യങ്ങളെല്ലാം നമ്മൾ പാർട്ടായിട്ട് തിരിക്കുക എന്നുള്ളത്. അങ്ങനെ പാർട്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു നമ്മളൊരു പഠിക്കുന്ന കാര്യമാണെങ്കിൽ ഒരു പഠിക്കുന്ന ബുക്ക് നമ്മളൊരു ചാപ്റ്റേഴ്സോ അല്ലെങ്കിൽ ഒരു ഇതുമില്ലാതെ വളരെ കുരുകുരാ അക്ഷരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് അത് പഠിക്കാൻ തോന്നില്ല അല്ലെ. അതേസമയം ഓരോ ചാപ്റ്റേഴ്സും ഓരോ യൂണിറ്റുകളായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളതെങ്കിൽ കൃത്യമായിട്ട് അത് പഠിക്കാനുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാവും. ഓരോരോ പാഠങ്ങളായിട്ട് നമുക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഇപ്പൊ 4-5 പാഠം ഇന്ന് പഠിക്കാൻ പറ്റും, അതുപോലെ 5 പാഠം അടുത്ത ദിവസം പഠിക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് വേണേൽ പഠിക്കാനായിട്ട് സാധിക്കും. അത് ഓർക്കുക. അങ്ങനെ നമുക്ക് ചെയ്തുകൊണ്ട് ടൈം മാനേജ്മെന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് is important in management of time. ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കാം. അസേർഷൻ ആണ് ഒന്നാമത്തെ കാര്യം. ദിസ് ഹാസ് ടു വിത്ത് കംപ്ലീറ്റിംഗ് ദ അസൈൻമെന്റ് ആസ് എ പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് ആർ ഇൻസഫിഷ്യന്റ്. As a result, one must be sufficiently motivated to complete the activity, self-rewarding on oneself after each completed work in one approach to motivate oneself. This incentive could be tangible or intangible as well as large or tiny. ഇപ്പൊ എക്സ്കോഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ടൈം മാനേജ്മെന്റ് മാട്രിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. there are 4 counters in the matrix boxed on the task urgency and importance. When we refer to a task or urgent, we mean that it requires immediate attention, and when we refer to a task as essential, we mean that it will help us achieving our jobs, our objectives. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ തരം തിരിച്ചു വെക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോജക്റ്റ് അതിന്റെ ഡ്യൂ ലൈൻ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് വന്ന ഒരു പ്രോജക്ട്സ് ഒക്കെ നമുക്ക് അർജന്റ് ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ ഇഷ്യൂഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ നീഡ്സോ ഒക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട അർജന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ എമർജൻസീസ്, പ്രോബ്ലംസ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ നോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ തരംതിരിച്ച് വെക്കാം. ഇമെയിൽസ്, ഫോൺ കോൾസ് ഒക്കെ നമുക്ക് വരുന്നത് വേണമെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വെക്കാലോ. അതുപോലെ തന്നെ മൈനർ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അത് നമുക്ക് വേണമെങ്കിൽ തള്ളി കൊണ്ടുപോകാം. അതുപോലെ തന്നെ വേരിയസ് ഗ്യാതറിങ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അത് നോട്ട് ഇമ്പോർട്ടന്റ് ആണ്, അത് നമുക്ക് വേണമെങ്കിൽ തള്ളി വെക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന ടെക്നിക്സ് ഓഫ് ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റിനുള്ള കുറച്ച് ടെക്നിക്സും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. പ്ലാനർ സിസ്റ്റം ആണ് കേട്ടോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. പ്ലാൻ ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയും.
Planner system is one of the most important time management techniques. This techniques might assist you in making the most of your time. This planning system can take the form of a journal, a noted, or any other format that is comfortable for the user. Planners may not now be built on mobile phones as well as PCs. In fact, several phone providers now include planners as standard apps. Once you have adopted the planner approach, it's critical to set aside at least 10 minutes each day for planning. A planner can be beneficial in a variety of ways. Planning will not only provide you a clear image of what you need to achieve in a day, but it will also keep your firm doing different things as at different times and in different ways. It will also focus one's attention on the activities that must be compiled, especially on a priority basis. The following 5 times are required for a planner. This is an area where tasks can be listed and priorities assigned. A stop of keep track of notes and any follow-up information. It is place where you may talk about your aims and ideals. A place where extensively used information such as addresses, phone numbers, and birthdays can be listed. The planner must be adapted enough to safety the needs of a individual. A passively said today's smartphones contain the necessary functionality to allow us to plan. However, the same must be properly utilized. The steps is planning are as follows. Step 1, this include making a list of things that must be compared to each other. All non-root jobs should be mentioned there. Consider the following examples. Call manager of the bank, wish Sarah on her birthday, buy a gift for Sarah, meeting with the project supervisor, get the assignment ready, pay attention, pay electric bill. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ റൊട്ടീൻ ജോബ്സും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ മെൻഷൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പൊ കോൾ മാനേജർ ഓഫ് ദ ബാങ്ക് എന്ന് പറഞ്ഞാൽ 10:30 നമുക്ക് വെച്ചിരിക്കുന്നതാണ് മാനേജറെ വിളിക്കുക. അതുപോലെ തന്നെ 7:30 AM എന്താണ് ഒരു സാറയുടെ ബർത്ത്ഡേ ആണ്, അതിന് വിഷ് ചെയ്യണം. അതുപോലെ തന്നെ 6:30 ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം സാറയ്ക്ക്. അതുപോലെ തന്നെ 11:45 AM മീറ്റിംഗ് വിത്ത് പ്രൊജക്ട് സൂപ്പർവൈസർ. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ each job was list established in the previous phase of or assigned in a priority letter, and the ABC approach could be used to allocate priority in the situation where must to limits times activities must be compiled. Should do items activities such as should be compiled. Could do items terms activities and could be completed. അപ്പം അത് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ടൈം സഹിതം നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് 2 ചെയ്യേണ്ടത് ആദ്യം മസ്റ്റ് ആയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. പിന്നീട് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ എന്താണ് ഒരു ടൈം മാനേജ്മെന്റിന് വേണ്ടി ഒരു പ്ലാനർ ഉണ്ടാക്കുമ്പോൾ ആ രീതിയിൽ വേണം എഴുതാൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈം എ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മസ്റ്റ് ഡു ഐറ്റംസ് ആണ്. കോൾ മാനേജർ ഓഫ് ദ ബാങ്ക്. നമ്മൾ മാനേജറെ വിളിക്കേണ്ട, ബാങ്കിലെ മാനേജറെ വിളിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ എ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, മസ്റ്റ് ഡു ഐറ്റംസ് ആണ് അത്. അതുപോലെ വിത്ത് സാറ ഓൺ ഹർ ബർത്ത്ഡേ, വിഷ് സാറ ഓൺ ഹർ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഷുഡ് ഡു ഐറ്റംസ് ആണ്. അതായത് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് നമ്മൾ ബർത്ത്ഡേ വിഷ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ബൈ എ ഗിഫ്റ്റ് ഫോർ സാറ, അതെന്ന് പറയുന്നത് എന്താണ്? അത് വലിയ കുഡ് ഡു ഐറ്റംസ് ആണ്. അതായത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന, വേണമെങ്കിൽ വേണ്ട, വേണമെങ്കിൽ ചെയ്യാം. അപ്പം ആ ഒരു ഐറ്റം ആണ് ഒരു ബിയിൽ വരുന്നത്, ഒരു കോൺസെപ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഗെറ്റ് ദ അസൈൻമെന്റ് റെഡി, അത് എന്ന് പറയുന്നത് ഒരു സി കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ദ ജോബ് വിൽ നൗ ബി ഇഷ്യൂഡ് എ നമ്പർ. ഫോർ ഇൻസ്റ്റൻസ് കോൾ മാനേജർ ഓഫ് ദ ബാങ്ക് A2, അതുപോലെ തന്നെ വിഷ് സാറ ഓൺ ഹർ ബർത്ത്ഡേ B1, ബൈ എ ഗിഫ്റ്റ് ഫോർ സാറ B2, അതുപോലെ മീറ്റിംഗ് വിത്ത് പ്രൊജക്ട് സൂപ്പർവൈസർ A1, അതുപോലെ ഗെറ്റ് ദ അസൈൻമെന്റ് റെഡി C1, പേ ഇലക്ട്രിസിറ്റി ബില്ല് A3.
അപ്പൊ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാം. അതായത് നമ്മളൊരു നമ്പർ ഇടാം ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ A1 2 3 ആ രീതിയിൽ A1 A2 A3 എന്ന് പറഞ്ഞിടാം. രണ്ടാമതായിട്ട് പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് B1 B2 B3 എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇടാം. അതിനുശേഷം നമുക്ക് ഒരു C1 അത് കഴിഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് C1 C2 C3 എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സിമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ടാസ്ക് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാനായിട്ട് സാധിക്കും. ചില സിമ്പിൾസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താണ് ഓരോ ടാസ്കുകൾ നിർണ്ണയിക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ബ്ലോക്കിംഗ് ടൈം ബേസ്റ്റേഴ്സ് ആണ്. അതായത് ബ്ലോക്കിംഗ് ടൈം ബേസ്റ്റേഴ്സ് is yet another techniques to manage time. There could be emails and letters and waste your time. It is clear idea to avoid filling up paperwork. When you receive a letter or an email, read it thoroughly and determine what to do right away. As a result, they can be filled response to passed on the someone else to discarded if they are deemed unimportant. Sometimes time wasters are humans in which case it is necessary to manage the matters delicately without seeming snarky or accessory. The person can be pleasantly perceivably asked to meet again, have a quick talk. അപ്പൊ ഈ ടൈം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം വേണ്ടിയിട്ട് നമ്മൾ ആ ടൈം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്നാണ് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു അൺനെസസറി ആയിട്ടുള്ള ഫോൺ കോൾസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം അല്ലെ. ചില ആളുകളൊക്കെ വെറുതെ വിളിച്ച് ഓരോ കുശലാന്വേഷണം ഒക്കെ പറയാനായിട്ട് അവർ ചിലപ്പോൾ വെറുതെ വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ഫോൺ കോൾസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചില ഇമെയിൽസ് ഒക്കെ നമുക്ക് വേണ്ടെന്നുള്ളതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആളുകളുമായിട്ട് സംസാരിക്കാൻ സമയമില്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ്സും കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അൺനെസറി ആയിട്ടുള്ള ഇമെയിൽസ് അതുപോലെ തന്നെ ലെറ്റേഴ്സ് ഒക്കെ വായിക്കുന്നതിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കും. ഇനി ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഡെലിഗേഷൻ ക്യാൻ ഓൾസോ ബി യൂട്ടിലൈസ്ഡ് ടു അൺസക്സസ്ഫുൾ മാനേജ് ടൈം when it is possible. Delegating simply means ensuring a task or someone else. For example, if a manager wishes to organize a get together for his or her employees, he or she may assign works chores to others, such as arranging for foods, entertainment, and sending out invitations to the employees. Most people do not delegate because they believe they can complete a task on their own, or they lack confidence in the others, or they are afraid that the person delegated with work will take all the credit and conditions for its completion, or they lack the skill, time, or both. The delegating work to others, delegating effectively necessities trusting others with the responsibilities. അപ്പോൾ delegation എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ടൈം മാനേജ് ചെയ്യാനും അതുപോലെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാനും അത് നമ്മളെ സഹായിക്കും. ഡീലിംഗ് വിത്ത് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. Must be addressed to efficiency manage time. Procrastination is the deliberate postponing or deferral of a task or activity. Procrastination can occur for a variety of reasons, including stress, a lack of information acquiring, and so on. However, procrastination can occur for a variety of reasons, including and certainly chores that is difficult to do, perfectionism, and waiting for things to happen rather than taking control of the situation. അപ്പം ഈ ഒരു ഡീലിംഗ് വിത്ത് എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കണം. അതും നമ്മുടെ ടൈം മാനേജ്മെന്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ടൈം മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ടൈം മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. നമുക്ക് എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ള ഡീറ്റെയിൽസ് എടുത്ത് അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. ആ ലിസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏന്ന് കൊടുക്കാം. കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് ബിന്ന് കൊടുക്കാം. അതുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാൻ, വേണ്ടാത്തപ്പോൾ ചെയ്യേണ്ട എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് സി എന്ന് പറഞ്ഞു കൊടുക്കാം. A1 A2 A3 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് എഴുതാം.
അതുപോലെ തന്നെ അത്ര പ്രധാനപ്പെട്ട അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് B1 B2 B3 എന്ന് പറഞ്ഞ് എഴുതാം. തീരെ പ്രധാനമല്ലാത്ത കാര്യങ്ങളൊക്കെ C1 C2 C3 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പം ആദ്യമുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാവും. പിന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ ടെക്നിക്സ് തന്നെയാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്. We will talk about how important interpersonal skills can help us manage stress in this part. Effective interpersonal skills can aid the development of positive connections with others, resulting in fewer disputes and more positive communication and interactions. And as a result, there may be less tension. That first step is comprehend what interpersonal skills are. It is simplest words. Interpersonal skills are the behaviors and attributes and that people exhibit when they exchange their and with others. It is also worth nothing and that interpersonal skills may be learned in the same way the swimming or riding a bike can, but they require the individual's total commitment and willingness. അപ്പൊ ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തികളുടെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്നത് മറ്റു വ്യക്തികൾ തന്നെയാണ് അല്ലെ. നമ്മളിപ്പം എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയി ഒന്ന് വർത്താനൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് സ്ട്രെസ് ഒന്നും ഇല്ലാതെ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ നിൽക്കാനായിട്ട് സഹായകമാവും അത്. കൂട്ടുകാരൊക്കെ കൂടെ പോയി ഒന്ന് കളിച്ചിരിച്ചൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മളൊന്ന് സ്ട്രെസ് റിലീഫ് ആവും നമുക്ക്. അപ്പൊ അതാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നമുക്ക് സ്ട്രെസ് ഇല്ലാതാക്കുന്നതിന് ഈ ഇന്റർപേഴ്സണൽ സ്കിൽസ് നമ്മളെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ്. കാരണം നമ്മുടെ മനസ്സിലുള്ള സമ്മർദ്ദങ്ങൾ വിഷമങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കാം. അതായത് മറ്റുള്ള ആളുകളുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ നല്ല രീതിയിലുള്ള ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ ഡെവലപ്മെന്റ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂഷ്യൽ aspects of interpersonal skills. The word communication comes from the Latin word communis, which means common sharing. Communication can be defined as a continuous process and involves the giving and receiving of information. In the communication process, there must be two parties with the ability to both transmit and receive information. അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർത്തിരിക്കാം. അത് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നു. നല്ല രീതിയിലുള്ള ആശയവിനിമയമാണ് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ നല്ല രീതിയിലുള്ള ആശയവിനിമയം ഒരുപാട് രീതികളിൽ നമ്മളെ സഹായിക്കാറുണ്ട്. നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാനും നമുക്ക് സന്തോഷം കിട്ടാനും ഒക്കെ നല്ല രീതിയിലുള്ള ആശയവിനിമയം നമ്മളെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയുന്നതും നല്ല രീതിയിൽ ഈ ഇന്റർപേഴ്സണൽ സ്കില്ല് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ മെത്തേഡ് ആണ് ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരാൾ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സമാധാനമാണ് അല്ലെ. ഞാൻ പറയുന്നതൊക്കെ ഒരാൾ കേൾക്കുന്നുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള ചില ഉത്തരങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിലുള്ള ഒരു സഹായം തരും. ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിംഗ് ഇസ് ഡിഫൈൻഡ് ആസ് പേയിങ് കംപ്ലീറ്റ് അറ്റൻഷൻ ടു വാട്ട് ദ other person is saying. Follow the steps below to become an active listener. Stop talking start listening. If you want to be an active listener, you must make the speaker other person's life comfortable. The speaker other person must feel the protective that you are willing to listen and are fully focused on what he or she is trying to communicate. Consider yourself in the shoes of the speaker or the other person. Exhibit patience. അപ്പൊ ഇതെല്ലാം എന്താണ് ആക്റ്റീവ് ലിസണിങ്ങിന് ഉള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ്. ഒരു ആക്റ്റീവ് ലിസണറിന്റെ സ്റ്റെപ്സ് ആണ് കേട്ടോ. As you listen to what the speaker other persons has to say, keep your emotions in check. Whatever you need clarification, ask questions also is possible. Employ perhaps assertion and that everyone is on the same page. അപ്പോൾ ഈ ഒരു ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ മാനസിക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റുകളെയൊക്കെ കാണാൻ പോവുകയാണെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്, നമ്മളെ നല്ല രീതിയിൽ കേൾക്കുകയാണ് അവർ ചെയ്യാം. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ മാനസികമായിട്ടുള്ള രീതികൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം അവർ കേട്ടിട്ട് അത് അവർ നല്ല രീതിയിൽ ആ ഒരു പരിഹാരം നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഓപ്പൺ ടു ഫീഡ്ബാക്ക് ആണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ two-way process. Unless one is open to receiving feedback, he or she will have to one way of knowing whether the information message given by him or her has been received, understood by the other person. Party this is a key part of effective communication, and to achieve effective communication, one must be repeative to feedback.
പേയിങ് അറ്റൻഷൻ ടു നോൺ വെർബൽ ബിഹേവിയേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. It is critical is communication to pay attention to others, non-verbal behaviors, as well as be aware of our own non-verbal behavior, experiences, feeling, emotions, and position through facial expressions, gestures, and bodily movements are example of non-verbal behavior. Thus, everything from keeping eye contact to sustain standing or folding one's arms might transmit information. Paying attention to non-verbal behaviors എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ ഒരു ഇന്റർപേഴ്സണൽ സ്കിൽസ് വഴി നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരാൾ നമ്മുടെ അടുത്തുണ്ട്, നമ്മളെ കയ്യിലൊക്കെ പിടിച്ച് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യും അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഓവർ സ്ട്രെസ് ആവാതിരിക്കാനായിട്ടും അത് നമ്മളെ സഹായിക്കും. ഇപ്പൊ ഒരാൾ നമുക്കൊരു സങ്കടമൊക്കെ വരുമ്പോൾ നമ്മുടെ തോളത്തൊന്ന് തട്ടി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, എല്ലാ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്, നമ്മൾക്ക് ഒരാശ്വാസം അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു നോൺ വെർബൽ ബിഹേവിയേഴ്സ് ഒക്കെ നമുക്ക് നമ്മളെ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാനേജിങ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് പറയുന്നതും ഈ ഒരു ഇന്റർപേഴ്സണൽ സ്കിൽസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. There are a variety of communication impediments that must be identified that appropriately addressed. Physical, psychological, and cultural obstacles are the 3 types of barriers. Physical barriers ഉണ്ട്, psychological barriers ഉണ്ട്, cultural barriers ഉണ്ട് കേട്ടോ. Barriers of communication എന്ന് പറയുന്നത് ഏതൊക്കെ barriers ആണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ, നമ്മുടെ ശാരീരികമായിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ടാവും, സൈക്കോളജിക്കൽ മാനസികമായിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ബാരിയേഴ്സ് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഫക്ട് ചെയ്യാറുണ്ട്. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രാക്ഷൻസ്, ഡിസ്റ്റർബൻസ് ആൻഡ് നോയ്സ് ആർ ഓൾ സാമ്പിൾസ് ഓഫ് ഡിസ്ട്രാക്ഷൻസ്. അത് എന്താണ്, ഒരു ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ബാരിയറിന് ഉദാഹരണമാണ് കേട്ടോ പറയാൻ പോകുന്നത്. ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ, അതായത് നമ്മുടെ അടുത്തില്ലാത്ത ഒരാളുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല, ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അടുത്തില്ലാത്ത ഒരാൾക്ക് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടായിരിക്കും. When speaking, there is a lack of timing. The communication channel is ineffective. Communication channel എന്ന് പറയുന്നത് ഇൻഎഫക്റ്റീവ് ആണെങ്കിൽ അത് നമ്മളെ ഒരുപാട് കമ്മ്യൂണിക്കേഷനെ ബാധിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് റേഞ്ച് കിട്ടാത്തൊരവസ്ഥയൊക്കെ ആണെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ബാധിക്കാറുണ്ട് അല്ലെ. പല കാര്യങ്ങളും പറയുന്നത് കേൾക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ മോശമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ദ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഹാസ് ഫെയിൽഡ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഫെയിൽ ആണെങ്കിലും നമുക്ക് ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ഇംപെഡിമെന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബാരിയറിന് കാരണമാണ്. പെർസ്പെക്റ്റബിൾ ബേസിസ് ആൻഡ് ഡിസോർട്ടർനെസ് ആൻഡ് എഫക്റ്റീവ്നെസ് സ്റ്റേറ്റ് ഓഫ് being words and have more than one meaning. There is lack of feedback, preconceived ideas, the effect of a hollow mind that is closed. അപ്പൊ ഇതെല്ലാം എന്താണ്, സൈക്കോളജിക്കൽ ബാരിയറിന് ഉദാഹരണമാണ് ഈ ഒരു സിസ്റ്റമാറ്റിക് ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ ഈ ഒരു മൈൻഡ് ദാറ്റ് ഈസ് ക്ലോസ്ഡ്. അതായത് നമ്മൾ പറയുന്നൊന്നും ആളുകൾ കേൾക്കുന്നില്ലെങ്കിൽ എന്താണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ മോശമായും അല്ലെ. ഇപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും പറയാറുണ്ട്, ഞാൻ പറയുന്നിടത്തൊന്നും അല്ലല്ലോ ചിന്തിക്കുന്നത്, ഞാൻ ഇവിടെ നിങ്ങൾ ക്ലാസ്സിലല്ലോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ തന്നെ നമ്മളുടെ പേരൻസിനോടോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്, നീ എവിടെയാ ചിന്തിക്കുന്നത്, ഞാൻ പറയുന്നതല്ല നീ കേൾക്കുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുന്നത്, അങ്ങനെയുള്ള ചില കോൺസെപ്റ്റ് ഒക്കെ വരുന്നത് ഈ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ആണ്. അതായത് മൈൻഡ് നമ്മുടെ ഇവിടെ അല്ലാത്തത് ഒക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ മോശമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള ബാരിയേഴ്സ്, കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ബാരിയേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ലാംഗ്വേജ് ആണ് അല്ലെ. പല സംസ്കാരങ്ങളിലും പല രീതിയിലായിരിക്കും ലാംഗ്വേജ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭാഷ പലതായിരിക്കും. അതുപോലെ തന്നെ ഏജ്, ജെൻഡർ ആൻഡ് അതർ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെല്ലാം നമ്മുടെ കൾച്ചർ പരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ഇത് നമ്മുടെ സംസ്കാരത്തെ ബാധിക്കാറുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെ മോശമായിട്ട് ബാധിക്കാറുണ്ട്. കാരണം ഇപ്പൊ 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രശ്നങ്ങളായിരിക്കും ഒരു 30 വയസ്സുള്ള ഒരാൾക്ക്. അപ്പൊ അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. 10 വയസ്സുള്ള കുട്ടിയുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഇതൊക്കെ ആയിരിക്കില്ല 30 വയസ്സ് ഒരാളുടെ പ്രശ്നങ്ങൾ. അപ്പം അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും നല്ല രീതിയിൽ നടക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് ജെൻഡർ. അപ്പം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരവരുടെ അതായിട്ടുള്ള താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ജെൻഡർ വ്യത്യാസം എന്ന് പറയുന്നതും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനെ ചിലപ്പോൾ മോശമായിട്ട് ബാധിക്കാറുണ്ട്. അത് ചിലപ്പോൾ കൾച്ചറൽ പരമായിട്ടും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ സൗഹൃദമൊക്കെ ചില കൾച്ചേഴ്സിലൊന്നും അനുവദിക്കാറില്ല അല്ലേ. അതുപോലെ തന്നെ
ഡെമോഗ്രാഫിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് ക്യാരക്ടർ ജനാധിപത്യപരമായ കുറച്ച് കാര്യങ്ങളും ഒക്കെ നമ്മളെ ഒരുപാട് കമ്മ്യൂണിക്കേഷനെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് പെൺകുട്ടികൾ ഇങ്ങനെയായിരിക്കണം, ആൺകുട്ടികൾ ഇങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ആൺകുട്ടികൾ കരയാൻ പാടില്ല, അങ്ങനെയുള്ള കുറെ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ആ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നതും ഇയാൾ ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്, ഇയാൾ ഇങ്ങനെയുള്ള ആളാണ് എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ മോശമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ പ്രജുഡീസ് എന്ന് പറയുന്നത് അതൊരു ഒരു മുൻ ഒരു എന്താണ് ഒരു മുൻഭാവത്തോടെ അല്ലെങ്കിൽ ഒരു പ്രെജുഡീസോട് കൂടെ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റായിട്ടായിരിക്കും നമുക്ക് തോന്നുക. അപ്പം ഒരു പ്രെജുഡീസ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രെജുഡീസോട് കൂടെ നമ്മൾ ഒരാളെ കാണുകയാണെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കില്ല. ഓക്കെ, അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ മോശമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു സെൽഫ് അവയർനെസ്സിനെ കുറിച്ചും ഒരു പേഴ്സണൽ സ്പേസിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഈ ഒരു സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ പേഴ്സണൽ സ്പേസ് എത്രത്തോളം വേണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. കാരണം പേഴ്സണൽ സ്പേസ് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് അല്ലെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആളുകളോട് സംസാരിക്കണമെങ്കിൽ, ആളുകളോട് ഇടപെടണമെങ്കിലും ഒക്കെ ഒരു നമുക്ക് സാമൂഹികമായിട്ടുള്ള ഒരു അന്തരീക്ഷം വേണം, അതുപോലെ തന്നെ ആളുകൾ വേണം. പക്ഷെ നമുക്കൊരു പേഴ്സണൽ സ്പേസും വേണം. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്റെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാണെങ്കിൽ നമുക്കൊരു പേഴ്സണൽ സ്പേസ് വേണം. This is an imagination bubble that surrounds the individual and symbolizes the distance at which the individual feels comfortable and engaging with others. As then figure 8.1, each of the will surrounded by the imagined bubble, which was the three walls of this bubble is inner wall and middle wall and exterior wall. When we interact with others, we will do so while maintaining a certain distance from them, which may vary depending on our connection with them. അപ്പോൾ ഈ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് കമ്മ്യൂണിക്കേഷനെ സഹായിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഒരു സ്പേസ്, ഒരു പേഴ്സണൽ സ്പേസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ ചില ആളുകളുടെ കുറ്റമായിട്ട് പറയാറുണ്ട് അല്ലെ, വായിക്കാതെ കയറി അവർ സംസാരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. അപ്പൊ നമ്മൾ എന്താണ്, കുറച്ച് അകലം പാലിച്ചുകൊണ്ടുള്ള സംസാരമാണ് ഏറ്റവും നല്ലത്. അതാണ് നമ്മുടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതും ആ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ആ ഒരു സ്പേസും ഒരു ഫിസിക്കൽ സ്പേസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്, സെൽഫ് അവയർനെസ് ഇസ് അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ടു കൺസിഡർ വൈൽ ട്രൈങ് ടു ഇംപ്രൂവ് interpersonal skills. Before we look outside, we must first look with ourselves and be conscious to our strengths and flaws. Self-awareness is defined by Cripps and Turner as realization of onset as the individual entity. In example terms, it is the degree to which one is aware of one's own feeling, ideas, and behaviors. It is critical to be aware of one's own strength and weakness as well as possibility and threatness. അപ്പോൾ സെൽഫ് അവയർനെസ് നമ്മുടെ ഈ ഒരു നല്ല രീതിയിലുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടെങ്കിലേ നല്ല രീതിയിൽ നമുക്ക് ആശയവിനിമയം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സെൽഫ് അവയർനെസ്സും പ്രധാനപ്പെട്ട കാര്യമാണെന്നൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചും അതുപോലെ തന്നെ കോൺഫ്ലിക്ട് റെസൊല്യൂഷനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ പഠിച്ച അത്രയും ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിന് വരാൻ. നമ്മൾ പറഞ്ഞത് യോഗയെ കുറിച്ചൊക്കെ പറഞ്ഞു, സെൽഫ് കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. യോഗ എന്ന് പറയുന്നത് നല്ല റിലാക്സേഷൻ മെത്തേഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ സ്ട്രെസ് കൺട്രോൾ ചെയ്യാനുള്ള കുറച്ചും ടെക്നിക്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തൊന്ന് വായിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിന് വരാൻ. ഓക്കെ, എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടോ? നമ്മൾ പഠിപ്പിച്ച അതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇമോഷണൽ ഇന്റലിജൻസ് കാണാം. ഓക്കെ, താങ്ക് യു.